111 അടി ഉയരമുള്ള ശിവലിംഗത്താൽ ശ്രദ്ധേയമായ ക്ഷേത്രമാണ് തിരുവനന്തപുരം ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. 80 അടി ഉയരമുള്ള വൈകുണ്ഠവും ശിവലിംഗവുമായി ബന്ധിപ്പിക്കുന്ന ഹനുമാൻ ശില്പവും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ. ലോകത്തിലെ ഉയരം കൂടിയ ശിവലിംഗ നിർമ്മിതികളിലൊന്ന്. തൊട്ടടുത്ത് കൈലാസവും വൈകുണ്ഠവും ഉൾപ്പെടെയുള്ള മറ്റൊരു നിർമ്മിതി. ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഹനുമാന്റെ കൂറ്റൻ ശില്പം. ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലേക്ക് എത്തിയാൽ ഈ വിസ്മയ കാഴ്ച കാണാം. മഹാശിവലിംഗത്തിനുള്ളിൽ 7 നിലകളിലായി 108 ശിവലിംഗ പ്രതിഷ്ഠകളുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തർ ശിവലിംഗ പ്രതിഷ്ഠകളും കൈലാസവും വൈകുണ്ഠവും അഷ്ടലക്ഷ്മി പ്രതിഷ്ഠയും ദർശിച്ചാണ് മടങ്ങുക. ഈ ശിവലിംഗം എന്ന് പറയുന്നത് അതൊരു മനുഷ്യ ശരീരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്തിട്ടുള്ളത്. 6 ആധാരങ്ങൾ, പിന്നെ അതിനകത്ത് ഒരു ശിവൻ്റെ 64 മൂർത്തിഭാവങ്ങൾ, പിന്നെ ഏറ്റവും മുകളിൽ പോകുമ്പോൾ കൈലാസം എന്നുള്ള ഇതാണ്. ആ കൈലാസം കാണുന്നതിന് വേണ്ടി തന്നെയാണ് ധാരാളം ആളുകൾ വരുന്നത്. 2010-ലാണ് ശിവലിംഗ നിർമ്മാണം തുടങ്ങിയത്. ഏകദേശം 10 വർഷത്തോളം എടുത്തു പൂർത്തിയാകാൻ. കൈലാസം കാണാം, വൈകുണ്ഠം കാണാം, ദേവലോകം കാണാം. അപ്പം ഇങ്ങനെ ഒരു 3 സങ്കല്പം. ഹനുമാൻ സ്വാമിയുടെ ശില്പം വരുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാവരെയും കൂട്ടിയണപ്പിക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വൈകുണ്ഠവും കൈലാസമായിട്ട് കൂട്ടിയണക്കി വിട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന് 5000 വർഷത്തോളം പഴക്കമുണ്ട്. കാലാന്തരത്തിൽ നശിച്ചുപോയ ക്ഷേത്രം പിന്നീടൊരു 3 വയസ്സുകാരന്റെ ധ്യാനത്തിലൂടെ പുനർനിർമ്മിച്ചു എന്നാണ് വിശ്വാസം. ഒരേ പീഠത്തിൽ ഉമാമഹേശ്വര പ്രതിഷ്ഠയാണ് പ്രത്യേകത. കേരളീയ വാസ്തുവിദ്യയുടെ മനോഹര കാഴ്ച കൂടിയാണ് ഈ ക്ഷേത്രം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 12 ജ്യോതിർലിംഗങ്ങൾ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിൽ കാണാം. ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളുണ്ട്. തിരുനാളായ നാഗരാജാവ് നാഗേക്ഷുതർപ്പേക്ഷ്യനാഗന്യ അഷ്ടനാഗത്രപതയുടെ തിരുസന്നിധിയിൽ സന്തതിക്കായി നാഗര് പാടിക്കുമ്പോ സർപ്പദോഷങ്ങളും സർപ്പശാപങ്ങളും സർപ്പഭയങ്ങളും സർപ്പവിഷഭയങ്ങളും തീർന്നു വീണം. സന്തതിയും തറവാടും വാണിരിക്കണം. സർപ്പദൈവങ്ങൾ ദൃഷ്ടിദോഷങ്ങളും നാപുർദോഷങ്ങളും തീർന്നൊഴിഞ്ഞ് തൊഴിലില്ല വൃത്തി ഉണ്ടാകണം. മംഗല്യഭാഗ്യം നൽകി അനുഗ്രഹിക്കണം. ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണം. നാഗരാജാവിന്റെ തിരുവുള്ളത്താനീ. ക്ഷേത്രത്തിനുള്ളിലെ മണ്ഡപത്തിൽ 32 ഗണപതി രൂപങ്ങൾ കാണാം. ബാലഗണപതി മുതൽ യോഗ ഗണപതി വരെ ഇവിടെയുണ്ട്. ചുറ്റമ്പലത്തിനുള്ളിൽ നന്ദികേശനെയും കാണാം. ആഗ്രഹങ്ങളും പരാതികളും നന്ദിയുടെ ചെവിയിലോതിയാൽ ശിവനിലേക്ക് എത്തുമെന്നും വിശ്വാസമുണ്ട്. മഹാശിവലിംഗം നിർമ്മിച്ചതോടെ ഈ ക്ഷേത്രം ലോക പ്രശസ്തിയിലേക്ക് എത്തിയിട്ടുണ്ട്.
ഇപ്പോൾ മഹേശ്വരം ക്ഷേത്രത്തിലേക്ക് ദിവസവും നൂറുകണക്കിന് ഭക്തരാണ് എത്തുന്നത്. ചന്തു പ്രവദിനൊപ്പം ബിനി ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.